ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്യാത്തത്. ഒന്നും ഉണ്ടായിട്ടില്ല, ചെയ്യാത്തതാ. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ പുറത്തു വന്നാൽ എനിക്ക് തോന്നി എനിക്ക് എന്താ പറയണമെന്ന് ഹൈറിച്ചിനെ പറ്റിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാവട്ടെ. ഇതുവരെ അതന്നെ ആയിരുന്നു, ഇന്നും അതാവട്ടെ. അപ്പോൾ ഇപ്പം എന്താന്ന് വെച്ചാൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, ഫ്രഷ് കേസും കൊടുത്തിട്ടുണ്ട്. കമ്പനിക്ക് വേണ്ടി നല്ല അടിപൊളി വക്കീലന്മാരാണുള്ളത്. നമുക്ക് പ്രത്യാശിക്കാം ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം തന്നെ, ആൾക്കാർ പലതും പറയുന്നുണ്ടല്ലോ, നമ്മൾ കേൾക്കുന്നതും കാണുന്നതും നെഗറ്റീവ് വാർത്തകളാണ് കൂടുതലും. കാരണം നെഗറ്റീവ് വാർത്തകൾ കേൾക്കാനും കാണാനും ആളുകൾക്കൊരു ത്വര കൂടുതലാണ്, വല്ലാത്തൊരു ത്വരയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ അത് കാണുന്നതും പാനിക്കാകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾ ആരും പാനിക്കാവല്ല. കാരണം വെച്ചാൽ നല്ല കമ്പനിയാണെങ്കിൽ എന്തായാലും തിരിച്ചു വരും. നല്ല കമ്പനിയാണിത്, ഒരു സംശയം വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാനിക്കാവണ്ട. പിന്നെ ഞാൻ കേട്ട രണ്ട് വോയിസ് ക്ലിപ്പുകളായിട്ട് ഞാൻ കാണിക്കുന്നില്ല, അതേപോലെ ചെറിയ ഷോർട്ടായിട്ടാണ് ഞാൻ പറയുന്നത്. ക്ലിപ്പുകളിൽ നമ്മളെ സമയം ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ ഒരു സ്ത്രീ പാലക്കാടുള്ളതാണ്, അവരുടെ വോയിസാണ്. പലരും കേട്ടിട്ടുണ്ടാവും. അവർ പറയാണ്, അവരും അവരുടെ ഭർത്താവിൻ്റെയും ആകെയുള്ള ജീവിതകാലം മുഴുവൻ ഉണ്ടായ ഒരു 10 ലക്ഷം രൂപ സേവിങ്സ് എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് ആയിട്ട് കിട്ടിയതോ എല്ലാം കൂട്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപ ഹൈറിച്ചിൽ ഇട്ടു. അവർ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത്. അതേപോലെ തന്നെ ഈ ഹൈറിച്ചിൽ കൂടിയ ആൾക്കാരെല്ലാം നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത്. ആർക്കും ഒരു ദ്രോഹമില്ല. ഞാനിപ്പോൾ ഒരു ഹൈറിച്ചിൽ കയറിയത് കൊണ്ട് എന്നെ കൊണ്ട് ആർക്കും ഒരു ദ്രോഹം ഉണ്ടാകുന്നില്ല. അതേസമയത്ത് എനിക്കൊരു 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവും. കാരണം എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, എല്ലാം എൻ്റെ കയ്യിൽ പൈസൻ്റെ പാവങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടാവും പൈസ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതേപോലെ തന്നെ പലരും പല ഉദ്ദേശത്തോടെ ഇട്ടത്. ഞാൻ പറഞ്ഞ ഈ പാലക്കാടുള്ള ആ ദമ്പതികൾ അവർ ഇട്ടതെന്ന് വെച്ചാൽ, വയസ്സായി, ഇനി ഒരു ജോലി ചെയ്യാൻ, ഒരു അംഗത്തിനൊന്നും ബാല്യമില്ല, ഒരു ജോലി ചെയ്യാനൊന്നും സമയമില്ല. അങ്ങനെ ഈ പൈസ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഇതായതുകൊണ്ട് ബിസിനസ് നടക്കുന്നുണ്ടോ, ബിസിനസ്സിന്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുമല്ലോ, അതിൽ മുന്നോട്ട് പോകാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അവർ ഇട്ടത്. പക്ഷെ ഈ കേസ് ഇങ്ങനെയാവുന്ന അവരും ചിന്തിച്ചില്ല, നമ്മളും ചിന്തിച്ചില്ല, ഹൈറിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് ഞാൻ പറഞ്ഞു, ഈ കേസ് വന്നത് നല്ല തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അതിലൂടെ എന്താ വെച്ചാൽ പല പോരായ്മകളും പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകാൻ കമ്പനിക്ക് ആവും തന്നെയാണ് ഉറപ്പ്. ഇപ്പം തന്നെ ഞാൻ കുറേ കമ്പനികൾ കണ്ടിരുന്നു, പൂട്ടിപ്പോകുന്ന കമ്പനി എന്ന് വെച്ചാൽ ഉടായ്പ കമ്പനികൾ, പോൺജി കമ്പനി, നിങ്ങളെ ഭാഷയിൽ പോൺജി കമ്പനികൾ. ഇങ്ങനത്തെ കമ്പനികളല്ല ഇങ്ങനെ മുങ്ങിക്കഴിഞ്ഞാൽ അധികം പിടിക്കുക, കേസ് കൊടുക്കുന്നത് കുറവാണ്. ഇൻ കേസ് കൊടുത്താലും മുങ്ങിക്കഴിഞ്ഞാലും ഇതേപോലെ ഫൈറ്റ് ചെയ്യൂല. അപ്പൊ ഇവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ? ഇവരുടെ ബേസ് സ്ട്രോങ് ആയതുകൊണ്ട്, ഇവരുടെ ഡോക്യുമെന്റും ഇവരുടെ കാര്യങ്ങളെല്ലാം ജെന്യൂൻ ആയതുകൊണ്ട്, നല്ല ഉദ്ദേശമായതുകൊണ്ട് ഇവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ കേസ് കൊടുത്തതുകൊണ്ട് അതിലും ഒരുപാട് കാര്യങ്ങൾ പ്യൂരിഫൈ ചെയ്യാനും നല്ലൊരു എന്താ പറയാ, പല പോരായ്മകളും പരിഹരിക്കാൻ പറ്റുന്നുള്ളതാണ് ഉറപ്പ്. പിന്നെ ഞാൻ ഇന്നലെ ഒരു കമന്റ് ഇട്ട് ചിരിച്ചു പോയി കേട്ടോ. അനിൽ അക്കര എന്ന് പറഞ്ഞ XML ഉണ്ടല്ലോ, അദ്ദേഹത്തിനൊരു സ്ത്രീ പിറാകുന്നത്, ഈ അനിലക്കര നശിച്ച് പോട്ടെ എന്ന് പറഞ്ഞു. അന്നേരം എന്റെ തമാശ രീതിയിൽ എന്റെ മനസ്സിൽ പോയി. അതെന്ന് വെച്ചാൽ എൻ്റെ ഒരു റിലേറ്റീവ്, അത് ഫണ്ണിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതേപോലത്തെ ശപിക്കുന്ന സമയത്തല്ല, ഒരു പൊടി ഉപ്പ് എടുത്തിട്ട് ഉപ്പിൽ തുപ്പിയിട്ട് ഈ നശിച്ച് പോട്ടെ പണ്ടരക്കാല ഒറ്റേറ്. പക്ഷെ ഞാൻ അവരോട് പറയുന്നത്, ആരും ശപിക്കാനും പിടിക്കാനൊന്നും പാടില്ല. നമ്മളിപ്പോൾ ശപിക്കാനോ അല്ലെങ്കിൽ ആരും ദ്രോഹിക്കാനോ ചെയ്യുന്നവർ എന്താ സംഭവം, നമുക്ക് തന്നെ റിട്ടേൺ അടിക്കും. നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കരുത്. നമ്മൾ ജനുവൻ കാര്യങ്ങൾ പറഞ്ഞു, കാര്യങ്ങൾ മുഖത്തോക്കി പറഞ്ഞ് അടിച്ച പോലൊന്നും പറയണ്ട, നൈസായിട്ട് തന്നെ പറഞ്ഞു, നോ പ്രോബ്ലം. അപ്പം അത് പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ഇതിൽ തന്നെ അരിച്ച് തന്നെ ഒരാൾ എന്നെ ഇപ്പോൾ കോൺടാക്ട് ചെയ്യും. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ്, ഞാൻ പേരും കാര്യമൊന്നും പറയില്ല. ഞാൻ അദ്ദേഹത്തോട് ഇന്നലെ 1.5 മണിക്കൂർ സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനോട് പറഞ്ഞത് എൻ്റെ വോയിസ് കേട്ടിട്ടാണ് അദ്ദേഹത്തിന് പോസിറ്റിവിറ്റി വരുന്നത്. നോക്കുമ്പോൾ നേരെ തിരിച്ചായിപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ഞാൻ പോസിറ്റീവായിപ്പോയി. കാരണം പല കാര്യങ്ങളുണ്ട് അദ്ദേഹം ഫേസ് ചെയ്ത്, അന്ന് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അദ്ദേഹം ഹൈറിച്ചിനെ പറ്റി പറഞ്ഞ ഞാൻ പറയാം, എന്തായാലും സെയ്ർ ഭായ് തിരിച്ചു വരും. എന്നെ ചേർന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞ സാറെന്നൊന്നും വിളിക്കാണ്ട് എൻ്റെ പേരെന്നെ വിളിച്ചോ, ഞാൻ നിങ്ങളെ പോലത്തെ ഒരാളാ. പേര് എനിക്ക് ചെറിയ കുട്ടികളാണെങ്കിൽ എൻ്റെ പേര് വിളിക്കുന്നതിന് പ്രശ്നമില്ല, ഈ ചീത്ത പേര് വേണ്ടെന്നേ ഉള്ളൂ, മോശമായിട്ടൊന്നും വിളിക്കേണ്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ
ഇദ്ദേഹം പറഞ്ഞു എന്തായാലും ഹൈറിച്ച് തിരിച്ചു വരും, അത് നേരുള്ള കമ്പനിയാണ്. അങ്ങനെ അദ്ദേഹം ഇട്ടത് 30 ലക്ഷമാണ്. അപ്പോൾ ഈ 30 ലക്ഷം ഇട്ട് ഈ കേസ് നെഗറ്റീവ് വാർത്തയെല്ലാം കിട്ടുന്ന നേരം വീട്ടിലുള്ള ആൾക്കാരുണ്ട്, അദ്ദേഹത്തിന്റെ പാരൻസ് പോലും ഇദ്ദേഹത്തിന് കുറ്റപ്പെടുത്തുകയാണ്. നമുക്കറിയാം മനുഷ്യന്മാർക്ക് പല ഫേസിലൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ടാവും. അത് കമ്പനികളായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അപ്പൊ നമ്മളൊരു ഇങ്ങനത്തെ ഒരു ദുഷ്കരമായ ഒരു ഫേസിലാണുള്ളത്. അതിനെതിരെ പോരാടുകയാണ്. ഈ പിന്മാറുന്നതല്ല, ഇത് പോരാടുന്നുണ്ട്. കേസ് നമ്മൾ ലീഗലായിട്ട് തന്നെ പോരാടുന്നുണ്ട്. നമ്മൾ ആരെ ശപിക്കണ്ട, ആരെ ദ്രോഹിക്കണ്ട, ആരെ ഒന്നും ചെയ്യണ്ട. ഇനിയിപ്പോൾ എക്സ് പോലീസ് ആയിക്കോട്ടെ, എക്സ് MLA ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന പല ആൾക്കാരായിക്കൊണ്ട്, കമ്പനിയുടെ ആൾക്കാർ. ഞാൻ ഒരു കാര്യം പറയും, ഈ ഒരു മനുഷ്യനെ നമ്മളെ ദ്രോഹിക്കുന്നവർ, ആ മനുഷ്യനെ ആശ്രയിച്ചിട്ട് ഒരു കുടുംബം അവിടെ നിൽക്കുന്നുണ്ട്, ഒരു സമൂഹം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിതിൽ വളരെ എഗൻസ്റ്റ് ആണ്. നമ്മളാരും ഉപദ്രവിക്കാനും, നമ്മളാരെ പിരാകാനും, നമ്മളാരും കൂടോത്രം ചെയ്യാനും ഒന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് കിട്ടേണ്ട കിട്ടിപ്പോവും. അപ്പോൾ പറ ഇത്രയേ ഉള്ളൂ. എനിക്ക് അതേപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടായി. ഇതേപോലത്തെ ഒരാളെ അദ്ദേഹത്തിന് 8ന്റെ പണി കൊടുത്ത്, ആ 8ന്റെ പണി കൊടുത്തത് കാലക്രമേണ ഈ 8ന്റെ പണി കൊടുത്തുകൊണ്ട് മൂലക്കായൊരു സ്റ്റോറിയെല്ലാം ഉണ്ട്. കുറേ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ അധികം കിടക്കുന്നില്ല. അപ്പൊ ഞാനിപ്പോ എന്താ പറയുന്നത് വെച്ചാല്, ഹൈറിച്ച് തിരിച്ചു പോകും മക്കളെ. ഹൈറിച്ച് എന്ന് പറഞ്ഞാല് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സമയം, ഈ സമയം മാറും. അത്രേ ഉള്ളൂ. നല്ല വക്കീലന്മാരും നല്ല കാര്യങ്ങളാണ് ഉള്ളത്. അവർ പോരാടുന്നുണ്ട്. ഇങ്ങനെ പോരാടുന്ന കമ്പനി ഞാനിതുവരെ കണ്ടിട്ടില്ലേ. പിന്നെ ഉണ്ട് ഒരു ആംവേ എന്ന് പറഞ്ഞൊരു കമ്പനിക്കെതിരെ ഇങ്ങനെ കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇന്ത്യയിലെ കമ്പനിയല്ല, കേരളത്തിലെ കമ്പനിയല്ല, അത് US കമ്പനിയാണ്. അതുകൊണ്ട് അത്രയൊന്നും പോയിട്ടുണ്ടാവില്ല. അത് ലീഗലായിട്ടുള്ള കമ്പനിയാണ്. അവരുടെ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അൺബിലീവബിൾ പ്രൊഡക്ട്സ് ആണ്. പക്ഷെ അതിന്റെ വില എന്നെ കൊണ്ട് താങ്ങൂലപ്പ, ഉറപ്പ്. അതുകൊണ്ടാണ് ഞാൻ അതിൽ മുന്നോട്ട് പോകാത്തത്. എനിക്ക് തന്നെ താങ്ങുന്നില്ല. ഞാൻ മറ്റുള്ളവരെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് താങ്ങുമോ ഇല്ലയോ. പക്ഷെ അവർക്ക് നമ്മളെ പോലത്തെ ആളെ വേണ്ട. അവർക്ക് വേണ്ട അത് വാങ്ങാൻ പറ്റിയ ആൾക്കാരെ വേണ്ടുള്ളൂ. അതവർ തുറന്നു പറയുകയും ചെയ്തിന്.